ഡിപ്രീസിയേഷൻ എന്ന മൊഡ്യൂളിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് മെത്തേഡ്സ് ആണ്. ഓക്കെ, ഈ ചേഞ്ച് ഓഫ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ് വെച്ചായിരിക്കും. ഒന്നുകിൽ അത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിമിനിഷിംഗ് ആയിരിക്കാം, അല്ലാതെ മറ്റ് പല മെത്തേഡ്സ് ഉണ്ട്. ആന്വിറ്റി മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ഇൻഷുറൻസ് പോളിസി മെത്തേഡ്, അതെന്തോ ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡും ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം ചിലപ്പോൾ തുടക്കത്തിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഒരു 2-3 വർഷം കഴിയുമ്പോൾ അവർക്ക് തോന്നും ആ അസറ്റിന് ഇനി അങ്ങോട്ട്, ആ 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് മതി എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ തിരിച്ചുമാവാം, തുടക്കത്തിൽ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആയിരിക്കും, 1-2 വർഷം കഴിയുമ്പോൾ അവർക്ക് തോന്നും ഇനി നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് ഈ ചേഞ്ച് ഓഫ് മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ നിന്നും ഡിമിനിഷിങ്ങിലേക്കുള്ള ചേഞ്ചും പഠിക്കാനുണ്ട്, ഡിമിനിഷിങ്ങിൽ നിന്നും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിലേക്കുള്ള ചേഞ്ചും പഠിക്കാനുണ്ട്. ഈ രണ്ട് കാര്യവും നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് മെത്തേഡ്സ് ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കാം, ഫിക്സഡ് ആയിരിക്കാം, ഡിമിനിഷിംഗ് ആയിരിക്കാം. ഒരു 2-3 വർഷം കഴിയുമ്പോൾ ആ മെത്തേഡ് ചേഞ്ച് ചെയ്യും. ആ മെത്തേഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേ അസറ്റിന് ഇപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് 2 വർഷം യൂസ് ചെയ്തു, 3-ാമത്തെ വർഷം മുതൽ അവർ ഡിമിനിഷിംഗ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആ രീതിയിലേക്ക് മാറുന്നതിനെയാണ് ചേഞ്ച് ഓഫ് മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സംഭവം വലിയ കാര്യമൊന്നുമില്ല, എളുപ്പത്തിൽ പഠിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം ഫിക്സഡിൽ നിന്ന് ഡിമിനിഷിങ്ങിലോട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചേഞ്ച് ഫ്രം ഫിക്സഡ് ടു ഡിമിനിഷിംഗ് മെത്തേഡ്. അപ്പോൾ തുടക്കത്തിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും, അത് കഴിഞ്ഞതിന് ശേഷം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലോട്ട് മാറും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ശ്രീറാം പർച്ചേസ്ഡ് എ മെഷീനറി വർത്ത് ₹1 lakh ഓൺ 1st January 2008. അപ്പോൾ 2008 ജനുവരി 1-ാം തീയതിയാണ് 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങിയത്. അപ് ടു 31st December 2009 depreciation was provided at the rate of 15% per annum ഓൺ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അതായത് 2008 ജനുവരി 1-ാം തീയതി വാങ്ങിയ മെഷീനറിക്ക് 2009 ഡിസംബർ 31 വരെ, അതായത് 2 വർഷം, ജനുവരി 1, 2008 തൊട്ട് 31 ഡിസംബർ 2009 വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വർഷം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്, 15% റേറ്റ്. ആഫ്റ്റർ ദാറ്റ് ഡേറ്റ്, അതായത് 2009 ഡിസംബറിന് ശേഷം, ആഫ്റ്റർ ദാറ്റ് ഡേറ്റ് മെത്തേഡ് വാസ് ചേഞ്ച്ഡ്. പിന്നെ 20% ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ അങ്ങോട്ട് പോകണം. ആദ്യത്തെ 2 വർഷത്തിന് ശേഷം 20% ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. 1st January 2008 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങുന്നു. അത് 2009 ഡിസംബർ വരെ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ 15% പോകട്ടെ. അതിനുശേഷം 2009 ഡിസംബറിന് ശേഷം 20% ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് പിന്നെ അങ്ങോട്ട് ചെയ്തു പോകേണ്ടത്. ടോട്ടൽ 4 വർഷത്തെ അക്കൗണ്ട് വരയ്ക്കണം. അപ്പോൾ ആദ്യത്തെ 2 വർഷം ഫിക്സഡ് മെത്തേഡ്, അടുത്ത 2 വർഷം ഡിമിനിഷിംഗ് മെത്തേഡ്, ഇങ്ങനെ മാറ്റി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ 1st January 2008 ടു ബാങ്ക് 1 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങുന്നു. ആ വർഷത്തിൻ്റെ അവസാനം, 2008 അവസാനം, ഡിപ്രീസിയേഷൻ 15% ഫിക്സഡ് മെത്തേഡ്, അതായത് 15,000 ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. അടുത്ത വർഷം ആദ്യം 2009 ആദ്യം അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. 2009 ഡിസംബർ വരെയും ഫിക്സഡ് മെത്തേഡാണ്, വീണ്ടും 15,000 തന്നെ ഡിപ്രീസിയേഷൻ, വീണ്ടും 15,000 തന്നെ. അപ്പോൾ 15,000 രൂപ ഡിപ്രീസിയേഷൻ ആദ്യത്തെ 2 വർഷം. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു, ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കുക, ഇവിടുന്ന് 2010 മുതൽ 2010 അവസാനം ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് 20% ഡിമിനിഷിങ്ങിലാണ്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൻ്റെ പ്രത്യേകത തന്നെ ഇപ്പോൾ ആ മെഷീനറിക്ക് എന്താണോ വാല്യൂ അതിൻ്റെ പെർസെൻറ്റേജേ കാണത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 70,000 അല്ലേ, ആ 70,000ൻ്റെ 20% കണ്ടാൽ മതി. കാര്യം ഡിമിനിഷിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നിലവിൽ അറ്റ് പ്രസൻറ്റ് നമ്മുടെ അസറ്റിന് എന്താണോ വില അതിൻ്റെ പെർസെൻറ്റേജ് കാണുക. നമുക്ക് ധൈര്യമായിട്ട് എവിടെയാണോ നിൽക്കുന്നത്, 70,000-ലാണ് നിൽക്കുന്നത്, ആ 70,000ൻ്റെ 20% 14,000 അങ്ങ് കണ്ടാൽ മതി. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു 56,000, ബ്രോ ഡൗൺ ചെയ്യുക 2011 ബ്രോ ഡൗൺ ചെയ്യുക 56,000. ഇനി 56,000ൻ്റെ നോക്കുക, 56,000ൻ്റെ 20%-ആണ് കാണേണ്ടത്, ഡിമിനിഷിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഫിക്സഡിൽ നിന്നും ഡിമിനിഷിങ്ങിലേക്ക് പോകുമ്പോൾ എവിടെയാണോ ഫിക്സഡ് മെത്തേഡ് അവസാനിച്ച് നിൽക്കുന്നത് ആ എമൗണ്ട് വെച്ച് ഡിമിനിഷിങ് അങ്ങ് തുടങ്ങിയാൽ മതി. മനസ്സിലായോ?
ഫിക്സഡിൽ നിന്നും ഡിമിനിഷിങ്ങിലേക്ക് പോകുമ്പോൾ സംഭവം എളുപ്പമാണ്. എവിടെയാണോ ആ എമൗണ്ട് ഫിക്സഡ് മെത്തേഡിൽ അവസാനിച്ച് നിൽക്കുന്നത് അവിടുന്ന് ഡിമിനിഷിങ്ങിൻ്റെ പെർസെൻറ്റേജ് വെച്ച് താഴോട്ട് ചെയ്തങ്ങ് പോയാൽ മതി. ഇനിയെല്ലാം 20%. ഇങ്ങനെയാണ് ഫിക്സഡ് ടു ഡിമിനിഷിങ്. വേറെ ഒരു പ്രശ്നമില്ല. ഫിക്സഡ് മെത്തേഡ് എവിടാണോ അവസാനിക്കുന്നത് ആ എമൗണ്ടിൻ്റെ 20% വെച്ച് ചെയ്തങ്ങ് പോയാൽ മതി. പിന്നെ കിട്ടുന്ന ഓരോ എമൗണ്ടിൻ്റെയും 20%. ഇങ്ങനെയാണ് ഫിക്സഡ് ടു ഡിമിനിഷിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിമിനിഷിങ്ങിൽ തുടങ്ങും. അടുത്ത മെത്തേഡാണ്. ഡിമിനിഷിങ്ങിൽ തുടങ്ങിയിട്ട് പിന്നീട് ഫിക്സഡിലോട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഡിമിനിഷിങ് ആയിരിക്കും, പിന്നീട് ഫിക്സഡിലോട്ട് മാറും. മനു പർച്ചേസ്ഡ്. മനു എന്ന് പറയുന്ന ആൾ മേടിക്കുന്നത് 1 ജാനുവരി 2007 74,000 രൂപയുടെ മെഷീനറി മേടിക്കുന്നു, 6,000 രൂപ ഇൻസ്റ്റലേഷൻ. അപ്പോൾ 80,000 കൂട്ടിയാൽ മതി. അപ്പോൾ 1 ജാനുവരി 2007 80,000 രൂപയുടെ മെഷീനറി വാങ്ങുന്നു. 1 ജൂലൈ 2008, 1 ജൂലൈ ആണ് കേട്ടോ, 1 ജൂലൈ 2008 ഒരു 20,000 രൂപയുടെ മെഷീനറി വീണ്ടും വാങ്ങുന്നു. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഡിപ്രീസിയേഷൻ ആനുവലി 31 ഡിസംബർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 15% ഡിമിനിഷിങ് ബാലൻസിലാണ് തുടക്കത്തിൽ. അതൊക്കെ നോട്ട് ചെയ്തോണം. 15% ഡിമിനിഷിങ് ബാലൻസിലാണ് തുടക്കത്തിൽ. എന്നാൽ ഇൻ 2010 2010 ആകുമ്പോൾ 2010 ആയപ്പോൾ അവരത് 10% ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിലോട്ട് മാറ്റുവാണ്. അപ്പോൾ 2010 ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് 10% റേറ്റിൽ മാറ്റണം. ചെയ്ത് കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, സിമ്പിൾ പരിപാടിയാണ്. 1 ജാനുവരി 2007 80,000 രൂപയുടെ മെഷീനറി വാങ്ങുന്നു. 80,000 രൂപയുടെ മെഷീനറി വാങ്ങുന്നു. ആ 80,000 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുന്നത്, 74,6 അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 80,000 രൂപയുടെ മെഷീനറി വാങ്ങുന്നു. 15% റേറ്റ്, 15% റേറ്റ്. സോ 12,000 രൂപ. 80,000ൻ്റെ 15% 12,000 രൂപ. ആ വർഷം ഒന്നുമില്ല, ക്യാരി ഡൗൺ ചെയ്യുന്നു, ബ്രോ ഡൗൺ ചെയ്യുന്നു. ജൂലൈയിൽ 2008 ജൂലൈയിൽ വീണ്ടും 20,000 രൂപയുടെ ഒരു അസറ്റ് മേടിക്കുന്നുണ്ട്. ഡിമിനിഷിങ് അല്ലേ, തുടക്കത്തിൽ ഡിമിനിഷിങ് ആണ്. അതായത് ഈ 68,000ൻ്റെ 15%. ആദ്യത്തെ മിഷണറിക്ക് ഇപ്പോൾ 68,000 അല്ലേ ഉള്ളൂ, അതിൻ്റെ 15%. ഈ 20,000, ഈ 20,000ൻ്റെ 15% 3,000 പക്ഷേ ജൂലൈയിൽ വാങ്ങിയതുകൊണ്ട് പകുതി എടുത്താൽ മതി. ദാറ്റ് ഈസ് 1,500. അപ്പോൾ ഡിപ്രീസിയേഷൻ വരുമ്പോൾ 10,200 1,500 വരും. ദെൻ ഡിപ്രീസിയേഷൻ പോസ്റ്റ് ചെയ്യുന്നു. ബാലൻസ് ക്യാരി ഡൗൺ 76,300 എടുക്കുന്നു. ദെൻ 76,300 ബ്രോ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഈ രണ്ടാമത് മേടിച്ച മിഷണറി ഇവിടെ ഈ രണ്ടാമത് മേടിച്ച മിഷണറി എന്ന് പറയുന്നത് ഓക്കെ, ഇവിടെ 2010 ഇൻ 2010 ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നെങ്കിലും സോറി 2010 അവർ ഉദ്ദേശിക്കുന്നത് 2009 തന്നെയാണ്. 2009 തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. അത് 2009 ഡിപ്രീസിയേഷൻ തന്നെ ഫിക്സഡിലോട്ട് മാറുന്നുണ്ട്. അതാണ് ശ്രദ്ധിച്ചുകൊണ്ട് 2009 തന്നെ ഫിക്സഡിലോട്ട് മാറുവാണ്. ഇവിടെ മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ 76,300 നിൽക്കുവാണ്. ഈ 76,300 എന്ന് പറയുന്നത് എത്ര മിഷണറിയാണ്? 2 മിഷണറിയാണ്. ഓക്കെ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിലോട്ട് മാറുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിമിനിഷിങ്ങിൽ നിന്നും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിലോട്ട് മാറുമ്പോൾ ഈ മെഷീനറിയുടെ ഒറിജിനൽ കോസ്റ്റ് വെച്ച് തന്നെ പെർസെൻറ്റേജ് കാണണം. ഇവിടെ ഇപ്പോൾ 2 മെഷീനറി ഇല്ലേ? ഉണ്ട്. 80,000ൻ്റെയും 20,000ൻ്റെയും 80,000ൻ്റെയും 20,000ൻ്റെയും ആ ഒറിജിനൽ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് തന്നെ ഫിക്സഡ് എടുക്കുമ്പോൾ നമ്മൾ ചെയ്യണം. കാര്യം എന്താ? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് വാങ്ങിയ വിലയ്ക്കായിരിക്കണം നമ്മൾ ആ പെർസെൻറ്റേജ് കാണേണ്ടത്. സോ 2009 ചേഞ്ച് ആവുന്നുണ്ട്. അത് ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ആണ്. 2009 2010 അല്ല, 2009 തന്നെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ ആദ്യത്തെ മിഷണറി 10% ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഇനി 10%. അപ്പോൾ 80,000ൻ്റെ 10%, 20,000ൻ്റെ 10%. ഇങ്ങനെ വേണം കാണാൻ. അപ്പോൾ ഡിമിനിഷിങ് ചെയ്യുന്ന ഫിക്സഡിലോട്ട് വരുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഡിമിനിഷിങ് എവിടാണോ അവസാനിക്കുന്നത് അവിടുന്ന് ആ എമൗണ്ടിന് യാതൊരു പ്രാധാന്യവുമില്ല. ഈ 76,300ൻ്റെ 10% കണ്ടു വെച്ചുകളയല്ലേ? തെറ്റാണേ. 76,300ൻ്റെ 10 ആക്കാനല്ല പറയുന്നത്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ടിനകത്ത് എത്ര മെഷീനറി ഉണ്ട്? 2. അതിൻ്റെ വാങ്ങിയ വില 80,000 20,000, ആ 10% എടുക്കണം. കാര്യം ഫിക്സഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒറിജിനൽ കോസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എടുക്കൂ. അതാണ് ഈ 8,000 2,000. ദെൻ 10,000 രൂപ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു. 66,300. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്താലും അതിൻ്റെ 10% കണ്ട് വെച്ചുള്ളല്ലേ? വീണ്ടും ഫിക്സഡ് അല്ലേടോ, ആ 10,000 തന്നെ താഴോട്ട് വരും. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടിയ 10,000 തന്നെ താഴോട്ടും വരും. ഇനി ഇതെല്ലാം 10,000-ങ്ങളായിരിക്കും. താഴോട്ട് 10,000 വെച്ച് തന്നെ പോകും.
ഇങ്ങനെയാണ് ഡിമിനിഷിങ്ങിൽ നിന്ന് ഫിക്സഡ് ആക്കുന്നത്. അപ്പോൾ ഷോർട്ടാക്കി തന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫിക്സഡിൽ നിന്ന് ഡിമിനിഷിങ് ആക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാര്യം ഫിക്സഡ് മെത്തേഡിൽ എവിടെയാണോ ആ എമൗണ്ട് നിൽക്കുന്നത്, എത്രയാണോ എമൗണ്ട് വന്ന് നിൽക്കുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ് എടുത്തങ്ങ് പോയാൽ ഡിമിനിഷിങ് ഓക്കെയാണ്. പിന്നുള്ള ഓരോ ബാലൻസ് ബ്രോഡൗണിൻ്റെ ആ പെർസെൻറ്റേജ് എടുത്താൽ ഡിമിനിഷിങ് ഓക്കെയാണ്. പക്ഷേ ഡിമിനിഷിങ്ങിൽ നിന്ന് ഫിക്സഡിലോട്ട് മാറുമ്പോൾ ഏത് എമൗണ്ട് ആണോ ഡിമിനിഷിങ് നിൽക്കുന്നത് ആ എമൗണ്ട് എത്ര മെഷീനറി ഉണ്ടെന്ന് നോക്കണം. ആ ഓരോ മെഷീനറിയുടെയും ഒറിജിനൽ കോസ്റ്റ്, വാങ്ങിയ വില, ആ വാങ്ങിയ വിലയുടെ പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ ഡിപ്രീസിയേഷനായിട്ട് ഇനി അങ്ങോട്ട് വരേണ്ടത്. ആ എമൗണ്ട് തന്നെ താഴോട്ട് പോസ്റ്റ് ചെയ്തങ്ങ് പോകും. ഫിക്സഡ് അല്ലേ? ഇങ്ങനെയാണ് ചേഞ്ച് ഓഫ് മെത്തേഡ് വർക്കൗട്ട് ചെയ്യുന്നത്.